4 വർഷം മുൻപാണ് ഞാൻ 2 വീലർ റേസിംഗ് രംഗത്തെത്തിയത്. മകനെ റേസറാക്കാനുള്ള ഒരു അച്ഛൻ്റെ യാത്രയുടെ തുടക്കമായിരുന്നു അത്. അന്ന് എവിടെ ട്രെയിനിങ്ങിന് വിടണം, ഏതെല്ലാം മത്സരങ്ങളിൽ പങ്കെടുക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു. പലരും പറ്റിച്ചു. പക്ഷെ ഇന്ന് കൃത്യമായ വഴി എനിക്കറിയാം. ഓരോ ട്രെയിനിങ് സെഷനുകൾക്കും ആയിരക്കണക്കിന് രൂപ ചെലവിടാൻ തുടങ്ങിയപ്പോൾ പലരും എന്നോട് ചോദിച്ചു ഇതൊക്കെ വേണോ എന്ന്. പക്ഷെ ഇന്ന് ഇന്തോനേഷ്യയിലെ മൻഡാലിക ഇന്റർനാഷണൽ സർക്യൂട്ടിൽ അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഈ അധ്വാനത്തിനെല്ലാം വിലയുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും അങ്ങ് അർജന്റീനയിൽ നിന്നും വരെയുള്ള റേസർമാരുടെ കൂടെ TVS ഏഷ്യ ചാമ്പ്യൻഷിപ്പിന്റെ ഗ്രിഡിൽ നിൽക്കുന്ന ആദ്യത്തെ മലയാളി റേസറാണ് സാവിയൻ. ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് ഒരാളെ മോട്ടോർ സൈക്കിൾ റേസറാക്കാൻ അത്ര എളുപ്പമല്ല. നമ്മുടെ വരുമാനത്തിൽ നിന്ന് നീക്കിവെക്കുന്ന പണം എന്തിനു വേണ്ടി ചിലവാക്കണം എന്നൊരു സംശയമില്ലാത്ത ഒരു മധ്യവർഗ്ഗക്കാരനും ഉണ്ടാവില്ല. 10,000 രൂപ കൊടുത്ത് വീട്ടിലേക്ക് എന്തെങ്കിലും മേടിക്കണോ, അതോ സാവിയൻ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സെറ്റ് ടയർ മേടിക്കണോ എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ സംശയം. 1-2 ട്രെയിനിങ് സെഷന് വിടാം, അതിനുശേഷം ബാക്കി നോക്കാം എന്ന തീരുമാനത്തിലാണ് തുടങ്ങിയത്. ആദ്യം മത്സരിച്ചത് TVS റൂക്കീസ് കപ്പിലാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ദേശീയ മത്സരമാണിത്. ആർക്കെങ്കിലും ഇന്ത്യയിൽ 2 വീലർ റേസിംഗിന് ഇറങ്ങണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ TVS റേസിംഗ് എന്ന പേര് മാത്രം മനസ്സിലോർക്കുക. ഏഷ്യൻ മത്സരങ്ങളിൽ ഒരു റൗണ്ടിൽ പങ്കെടുക്കണമെങ്കിൽ പോലും ലക്ഷങ്ങൾ ചിലവാകും. മികച്ച റേസർമാരെ തിരഞ്ഞെടുത്ത് അതിനെല്ലാം കൊണ്ടുപോകാൻ ഇന്ന് ഇന്ത്യയിൽ TVS മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ലക്ഷ്യം ട്രാക്ക് റേസിംഗ് ആണെങ്കിൽ അടുത്ത വർഷം നടക്കുന്ന TVS സെലക്ഷന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങുക. ഒരു നല്ല റേസിംഗ് സ്കൂളിൽ പോയി അതിന്റെ ട്രെയിനിങ് ആരംഭിക്കണം. ഇത് മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ ചെലവ് കുറച്ച് റേസിംഗ് തുടങ്ങാനുള്ള മാർഗം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് മുഴുവൻ മനസ്സോടെ ഇറങ്ങിയാൽ അവസരങ്ങൾ നമ്മെ തേടിയെത്താൻ തുടങ്ങും. സഹായിക്കാൻ ആളുകളെത്തും.